ഹലോ ഡിയേഴ്സ്, മംഗല്യൻ തന്തുനാനീന സീരിയലിൻ്റെ ഓൺ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ഗൗതമും കൂടെ ഓഫീസിലോട്ട് പോവാണ്. പോയി കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ ശിവാനിയും അതേപോലെ വസുന്ധരയും എത്തുന്നുണ്ട് അല്ലേ. ഇവരുടെ പ്ലാനിങ് എന്താണ്, എന്തൊക്കെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നിധിയും ഗൗതമും ഓഫീസ് വർക്കുകളൊക്കെ തകൃതിയായി നടക്കുകയാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതും ലഞ്ച് ടൈം ആയിട്ടോ. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിധിക്കും ഗൗതമിനും സ്പെഷ്യൽ ലഞ്ചാണ് അവർ റെഡിയാക്കിയിട്ടുള്ളത്. അതേപോലെ സ്റ്റാഫിനും വേറെ ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിധി എന്ത് ചെയ്യും, അവിടുത്തെ സ്റ്റാഫുകളുടെ കൂടെ പോയി നിധി പോയിരുന്നു ഫുഡ് കഴിക്കുകയാണ്. ആ ഫുഡ് എല്ലാവർക്കും ഇട്ട് കൊടുത്ത് നിധിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നിധിക്കത് വായിൽ വയ്ക്കാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട ഭക്ഷണമാണല്ലേ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും കൂടെ പറയുന്നുണ്ട്, മേഡത്തിന് ഉള്ളൊരു വലിയ മനസ്സ് എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. ഞങ്ങളുടെ കൂടെ മേഡം വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഞങ്ങളുടെ വേദന മേഡത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ മേഡത്തിന് സാറിൻ്റെ വൈഫാണ് മേഡം, അപ്പോൾ മേഡത്തിന് ഈ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ കൂടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഞാനൊരു സ്റ്റാഫാണെന്ന് കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് നിധിനെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഈ ഒരു വശത്ത് നടക്കുമ്പോൾ നമ്മുടെ ഗൗതമിന് ലഞ്ചായിട്ട് അവിടുത്തെ ആൾ പോവുകയാണ്, സ്റ്റാഫ് പോവുകയാണ് കേട്ടോ. പോയി കഴിഞ്ഞിട്ട് ഗൗതം അവിടുത്തെ ഫുഡെല്ലാം എടുത്തു കഴിഞ്ഞാൽ, ഗൗതമിന് വേണ്ട ഫുഡെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇത് നിധിക്ക് കൊണ്ടേ കൊടുക്കുമെന്ന് ആ സ്റ്റാഫിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ ആ സ്റ്റാഫ് ആ ലഞ്ചും കൊണ്ട് നിധിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് ഇതെന്ന് ചോദിക്കുമ്പോൾ സാറ് തരാൻ പറഞ്ഞത് ആ മേഡത്തിനോട് ഫുഡ് എടുക്കാൻ പറഞ്ഞു എന്നെല്ലാം പറയണം. അപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് ഈ ഫുഡ് വേണ്ട, ഈ സ്റ്റാഫിൻ്റെ കൂടെയുള്ള ഭക്ഷണം എനിക്ക് മതി, അല്ലാതെ എനിക്ക് വേറെ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് അവരെ സാറിൻ്റെ അടുത്തേക്ക് തന്നെ വിട്ടാക്കുകയാണ്. അവിടെ പോകുമ്പോൾ എന്താ അവസ്ഥ, ഗൗതം ചോദിക്കുക, എന്താണ് നിധിക്ക് ഫുഡ് കൊടുത്തില്ലേ ചോദിക്കുമ്പോൾ, ഇല്ല സാർ, മേഡം വേണ്ട എന്ന് പറഞ്ഞു, സ്റ്റാഫിൻ്റെ ഫുഡ് തന്നെ കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് പറയും. അപ്പോൾ അങ്ങനെയാണോ എന്നുകൊണ്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് എണീറ്റ്, ഗൗതമിന് ആ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഗൗതം അവിടെ നിന്ന് എണീറ്റ് സ്റ്റാഫിൻ്റെ കൂടെ പോയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിധിയുടെ അടുത്തേക്ക് പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് നിധി ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ ഗൗതമിന് നല്ല സന്തോഷമുണ്ട് മനസ്സിക്ക്. അവൾ എത്ര കോടീശ്വരിയാണ്, എൻ്റെ ഭാര്യയാണ്, ഇവിടുത്തെ മേഡമാണ്, എന്നിട്ടും കൂടെ അവളുടെ ഒരു നല്ല മനസ്സ് നോക്ക്. ആ സ്റ്റാഫിൻ്റെ കൂടെ ഇരുന്ന് അവൾക്ക് കഴിക്കാൻ തോന്നിയ മനസ്സുണ്ടല്ലോ, അത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന് പറഞ്ഞ് ഗൗതം നിധിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിൽ തന്നെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഗൗതം നിധിയുടെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഗൗതം പോയി ഇരുന്നതും ഗൗതമിന് സ്പെഷ്യൽ പ്ലേറ്റ് അങ്ങനെ എല്ലാം സ്പെഷ്യലായിരിക്കും. അപ്പോൾ പറയും, എന്തിനാ എനിക്ക് ഈ സ്പെഷ്യൽ എന്ന് ചോദിക്കുമ്പോൾ, അല്ല സാറിന് സ്പെഷ്യൽ തരണമല്ലോ, സാറാണല്ലോ ഇവിടുത്തെ എല്ലാം എന്ന് പറയുമ്പോൾ, എനിക്കങ്ങനെയില്ല, ഇവരുടെ കൂടെ വന്നിരിക്കുമ്പോൾ സ്റ്റാഫിന് എങ്ങനെയാണോ അതേപോലെ മതി എനിക്കെന്ന് പറയണം. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് കഴിക്കുന്ന ഭക്ഷണവും പ്ലേറ്റും അങ്ങനെ എല്ലാം കൊണ്ടേ കൊടുക്കും. അവരിലയിലാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മുടെ ഗൗതമിനും അത് കൊണ്ടേ കൊടുക്കും. ഫുഡ് ഒരു വായെടുത്ത് വായിൽ വെച്ചതേ ഉള്ളൂ ഗൗതമിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞാൽ അത്ര മോശപ്പെട്ട ഭക്ഷണമാണ്. നിധി അത് സഹിച്ച് നിധി കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, എന്താണോ താൻ ഈ കാട്ടി വെച്ചിരിക്കുന്നത്, സ്റ്റാഫിന് ഇത്രയും മോശപ്പെട്ട ഭക്ഷണമാണോ കൊടുക്കുന്നത്, എൻ്റെ കമ്പനിയിലെ സ്റ്റാഫ് ഇങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ എന്ന് പറയണം. അപ്പോൾ എന്താ നീ ഇങ്ങനെ രണ്ടു തരം കാണിക്കുന്നത്, എനിക്കൊരു ഫുഡ് സ്റ്റാഫിനൊരു ഫുഡ് നിന്നെ കൊണ്ട് ആരുണ്ടാക്കാൻ പറഞ്ഞ് എന്ന് പറഞ്ഞ് ആ സ്റ്റാഫിനെ വഴക്ക് പറയണം. അപ്പോൾ സ്റ്റാഫ് പറയും, സാർ എനിക്ക് തരുന്ന ശമ്പളത്തിൽ നിന്ന്, അതായത് നിങ്ങളൊരു മെനു ഇട്ടിട്ടുണ്ട്, ആ രീതിയിലല്ലേ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കാണ് സൂപ്പർ ഭക്ഷണം ഉണ്ടാക്കി തരാൻ മേഡം പറഞ്ഞിട്ടുള്ളത്, വസുന്ധര മേഡം പറഞ്ഞിട്ടുള്ളത്, പക്ഷേ സ്റ്റാഫിനെല്ലാം ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഭക്ഷണം മതി എന്നാണ് വസുന്ധര മേഡം പറഞ്ഞതെന്ന് പറയണം. നീ മേഡം പറഞ്ഞാൽ കേൾക്കുമോ, എൻ്റെ സ്റ്റാഫിന് ഞാനല്ലേ ഭക്ഷണം തീരുമാനിക്കേണ്ടത്. ഇനി നാളെ മുതൽ എനിക്ക് എന്താണോ ഭക്ഷണം അത് മതി, എൻ്റെ സ്റ്റാഫിനും കൊടുത്താൽ മതി, അതല്ലാതെ സെപ്പറേറ്റ് അവരെ കാണണ്ട, അവർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിനെ വഴക്ക് പറയണം. അപ്പോൾ ഓക്കെ സാർ, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർ പോവും. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാവരും കൂടെ എണീറ്റ് നിന്ന് ക്ലാപ്പ് അടിക്കുകയാണ് കേട്ടോ. പക്ഷേ ഗൗതം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവരെല്ലാവരും ബഹുമാനം കൊണ്ട് എണീക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഭക്ഷണത്തിന് മുമ്പിൽ ദൈവം തന്നെ ഇറങ്ങി വന്നാലും എണീക്കാൻ പാടില്ല, നിങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നെല്ലാം പറഞ്ഞ് ഗൗതം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതമിന് ആ ഫുഡ് കൊടുത്തു. ഗൗതം പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവിടുത്തെ തീരുമാനങ്ങളൊക്കെ ഗൗതം മാറ്റി, എനിക്കെന്താണോ ഫുഡ് അതേപോലെ എൻ്റെ സ്റ്റാഫിന് ആ ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ തീരുമാനങ്ങളെല്ലാം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഈ ഒരു സന്ദർഭത്തിൽ
ഇതെല്ലാം കണ്ടുവരുന്ന വസുന്ധര ദേഷ്യപ്പെട്ടിട്ട് കയറി വരികയാണ്. ഗൗതം, നീ എന്താണ് ഈ കാട്ടുന്നത്? ഇവരുടെ കൂടെ ഇരുന്ന് നീ എന്തിനാ ഫുഡ് കഴിക്കുന്നത്? നിനക്ക് ടേബിളിൽ കൊണ്ടുവന്ന് തരുമല്ലോ അവരെല്ലാം എന്ന് പറയണം. അമ്മയ്ക്ക് എന്താ കുഴപ്പം, ഞാനല്ലേ ഇരുന്ന് കഴിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ വസുന്ധരയ്ക്ക് മനസ്സിലായി ഇവനോട് ഇപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല, അവൻ്റെ മൂഡ് ഇപ്പോൾ വേറെയാണെന്ന് പറഞ്ഞ് ഗൗതമിനോട് വസുന്ധര സംസാരിക്കാതെ അവിടെ നിന്ന് ശിവാനി കൂട്ടിക്കൊണ്ട് പോവണം. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകാനായിട്ട് പോവുകയാണ്. പോകുമ്പോൾ നമ്മുടെ നിധിയും ഗൗതമും ഒരുമിച്ചാണ് കൈ കഴുകാൻ പോകുന്നത്. നിധി കൈ കഴുകി കഴിഞ്ഞതും പിന്നാലെ ഗൗതം വരുന്നുണ്ട്. അങ്ങനെ കൈ കഴുകി കഴിഞ്ഞ് നേരെ ഗൗതം നിധിയുടെ സാരിത്തുമ്പിലാണ് തുടയ്ക്കുന്നത്. അല്ലേ, വീട്ടിൽ ചെയ്യുന്ന അതേ പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, എന്താണ് ഗൗതം സാർ കാട്ടുന്നത്? ഇവിടെ ഉണ്ടല്ലോ, ടവലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ സാരിത്തുമ്പിൽ തുടയ്ക്കുന്നത് ചോദിക്കുമ്പോൾ, എൻ്റെ ഭാര്യയുടെ സാരിത്തുമ്പിൽ എനിക്ക് തുടച്ചുകൂടെ? പക്ഷെ ഭാര്യ വീട്ടിലല്ലേ, ഇത് സെക്രട്ടറി അല്ലേ ഞാനിവിടെ എന്ന് ചോദിക്കുമ്പോൾ, സെക്രട്ടറി എൻ്റെ ഭാര്യ തന്നെയാണല്ലോ, പിന്നെന്താ ഇപ്പോൾ തുടച്ചാൽ എന്ന് പറഞ്ഞ് സാരിത്തുമ്പിൽ തുടച്ച് ഒരു കിസ് ചെയ്യാനുള്ള, ലിപ് കിസ് കൊടുക്കാനുള്ള ഒരു തത്രപ്പാടിലൊക്കെയാണ് നിധിയും ഗൗതമും. പക്ഷെ ഈ കാഴ്ച കണ്ടവിടെ വസുന്ധരയും ശിവാനിയും വരെയാണ്. ഈ ചെക്കനിക്ക് ഇപ്പോൾ ഒരു നാണവും മാനവും ഇല്ലാതായിരിക്കുന്നു. എൻ്റെ മോൻ തന്നെയാണോ ഇവൻ ഓഫീസിൽ വന്നിട്ട് എന്തൊക്കെയാണ് കാട്ടുന്നത്? ഇങ്ങനെയൊക്കെ ഇവിടെ കാട്ടാൻ പറ്റുമോ? ആ നിധിയാണ് മാറ്റിയെടുത്തതെന്ന് പറഞ്ഞിട്ട് ശിവാനി നിധിയെ ഫുൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിധിയാണ് ഇതിന് കാരണം. അവന് നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു പേടിയൊക്കെ തോന്നുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ റൊമാൻസ് മാത്രമാണ് തോന്നുന്നത്. നേരത്തെ ഗൗതമിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പേടിക്കുമായിരുന്നു, ഇപ്പോൾ അവനെ കാണുമ്പോൾ കാമുകനെ പോലെയാണ് എല്ലാവർക്കും തോന്നുന്നത്. ഓഫീസിൽ വന്നാലും ഗൗതമിന് ഇപ്പോൾ ആർക്കും പേടിയില്ല. ശരിക്കൊരു കാമുകൻ്റെ ലുക്കിലാണ് അവൻ വീട്ടിലും കമ്പനിയിലും എല്ലാം. ഇതെല്ലാം പറഞ്ഞ് ശിവാനി വസുന്ധരയ്ക്ക് ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശിവാനിയും വസുന്ധരയും ഒരേ തരത്തിൽ സംസാരിച്ച് നമ്മുടെ നിധിയെയും ഗൗതമിനെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.